സംസ്ഥാന അതിർത്തി ഗ്രാമമായ കൊളവള്ളിയിൽ കടുവശല്യം രൂക്ഷമായതോടെ കന്നുകാലികളെ വളർത്തി ഉപജീവന മാർഗം കണ്ടെത്തുന്നവർ പ്രതിസന്ധിയിൽ. കഴിഞ്ഞ ദിവസം വയലിൽ മേയ്ക്കാൻ വിട്ട ആടിനെ കടുവ കൊലപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് ആടുമാടുകളെ വളർത്തുന്നവർ പകൽ മുഴുവൻ കാവലിരുന്നാണ് ഇവയെ പോറ്റുന്നത്. കർണാടക വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് കൊളവള്ളി. കൊളവള്ളി ആദിവാസി കോളനിക്കാരിൽ നല്ലൊരു പങ്കും പോത്തിനെ വളർത്തിയാണ് ജീവിതമാർഗം കണ്ടെത്തുന്നത്. മിക്ക കുടുംബങ്ങളും പോത്തിനെ വളർത്തുന്നുണ്ട്. കുറേ ആളുകൾ ആടുകളെയും വളർത്തുന്നു. പ്രധാനമായിട്ടും തീറ്റയ്ക്കായി മേയാനായി വിടുന്നത് സമീപത്തെ പുൽ മൈതാനിയിലേക്കാണ്. കബനിയുടെ തീരമായതിനാൽ കുളിപ്പിക്കുന്നതിനടക്കം സൗകര്യം ഇവിടെ ഏറെയുണ്ട്. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെയുള്ള വനം. കടുവാ സങ്കേതം കൂടിയാണ് ഇവിടം. മുമ്പെങ്ങും കടുവകളുടെ ശല്യം ഇത്രയധികം രൂക്ഷമായിരുന്നില്ല. ഇപ്പോൾ പലപ്പോഴായി നാട്ടുകാർ കടുവയെ ഇവിടെ കണ്ടുവരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ആടുമാടുകളെ വളർത്തുന്നവർ ദുരിതങ്ങൾക്ക് നടുവിലായി. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ആടിനെ കടുവ പിടിച്ചില്ല. അതിനുശേഷം ഇപ്പം നിങ്ങൾ കാവൽ നിൽക്കുകയാണോ കന്നാലിയൊക്കെ? അവരുമാതിരി ഞങ്ങളിവിടെ കാവല പോത്തിൻ്റെ പുറകെ, അല്ലാതെ ഇവിടെ പേടിച്ചിട്ട് കെട്ടിയേച്ച് പോകാൻ പേടിയാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കടുവയൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. ഇടയ്ക്കൊക്കെ കടുവ ആ ഭാഗമൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിനെ തീറ്റിപ്പോറ്റണേ ഇപ്പം കഷ്ടപ്പാടാണ് അല്ലേ? കൂടെ ആൾക്കാർ തന്നെ വേണം, അതാണ് സ്ഥിതി. ഓരോരുത്തരും കൂലിപ്പണി ഉപേക്ഷിച്ചാണ് കന്നുകാലി പരിചരണത്തിനായി ഇപ്പോൾ ഇറങ്ങുന്നത്. കണ്ണു തെറ്റിയാൽ കടുവ ഇറങ്ങി കാലികളെ ആക്രമിക്കാനുള്ള സാധ്യത കൂടിയതായി ഇവിടെയുള്ളവർ പറയുന്നു. അതിർത്തി പ്രദേശത്ത് പ്രതിരോധ സംവിധാനങ്ങളും കാര്യക്ഷമമല്ല. മതിയായ പ്രതിരോധ സംവിധാനങ്ങൾ ഈ പ്രദേശത്ത് ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ്. സി ഡി ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി.